എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് സൊള്ളൻ്റെ 2 എന്ന ആനിമയുടെ എപ്പിസോഡ് 61. കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടുനിർത്തിയത് ഫയർ ഗോഡ്സുമായിട്ട് ഫൈറ്റ് ചെയ്തിരുന്ന യുഹാവയും അതുപോലെ വാങ്ക്യുമാറുമായിരുന്നു ആയിരുന്നു. അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ ഫയർ ഗോഡസ് അതിൻ്റെ ഏറ്റവും പവർഫുള്ളായ രീതിയിൽ നിൽക്കുന്നതാണ്. അതിൽ അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ്. ഇത് ഇങ്ങനെ പെട്ടെന്ന് പവർ കൂടിയെന്ന് ചോദിക്കുമ്പോൾ യുഹാവയ്ക്ക് മനസ്സിലായി അത് പറയുന്നുണ്ട് ഹോട്ട് സ്പ്രിങ്ങിൽ നിന്ന് എനർജി എടുക്കുന്നതാണ്. ഷൂനിനോട് ഐസ് സ്പ്രിങ് യൂസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അവൾ അതുപോലെ ചെയ്യുന്നു, എന്തൊക്കെ കാണിക്കുന്നു, അതെല്ലാം ചേർത്ത് അവസാനം പവറും എടുക്കുന്നുണ്ട്. ഫയർ ഗോഡ്സ് വരുന്നത് അപ്പോഴാണ് ഷൂന് യഥാർത്ഥ ഫോമിലേക്ക് മാറിയത്. സ്നോ എംപ്രസ് ആയി. സ്നോ എംപ്രസ് അല്ല, സ്നോ ഗോഡ്സാ ആയിട്ട് ഒറ്റ ലുക്ക് ഫ്രീസ് ആക്കി കളഞ്ഞു. വാങ്ക്യൂർ കണ്ട് ഷോക്ക്. അതുപോലെ ഒരുപാട് നാൾക്ക് ശേഷമാണ് എനിക്ക് ഫീല് കിട്ടുന്നത് എന്ന് പറഞ്ഞ് പിന്നെ എനർജി എടുക്കുകയാണ്. ഇത് പെട്ടെന്ന് തീർക്കാനായിട്ട് പറയുകയാണ്. സ്നോ ഗോഡ്സ് അതിനെ ഇല്ലാതാക്കി. ആ ഫയർ ആട്രിബ്യൂട്ട്സ് ആയ പ്ലാന്റ് ആ ബീസ്റ്റിനെ ഇല്ലാതാക്കാൻ പോകുമ്പോൾ അത് തടഞ്ഞു. ഇപ്പോൾ ഞാൻ പോണ് പോകുന്നു എന്ന് പറഞ്ഞ് നിർത്തി. സ്നോ ഗോഡസ് അതിനോട് മെമ്മറി തിരിച്ചിട്ടിയെന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറഞ്ഞില്ല. ആ ഫയർ പ്ലാന്റ് ബീസ്റ്റ് നിങ്ങൾ ജയിച്ചു, നിങ്ങൾക്ക് അവിടെ നിന്ന് ഏത് മത്സ്യമാണെങ്കിലും എടുക്കാം. അപ്പോഴാണ് അടുത്ത വേറൊരു പ്ലാന്റ് ബീസ്റ്റ് വരുന്നത്. അങ്ങനെ ഒരാളുടെ ടെസ്റ്റായി, അത് പാസ്സായി. എന്നെ യു എന്ന് വിളിച്ചാൽ മതി. എന്താണ് ആവശ്യം എന്ന് ചോദിക്കുമ്പോൾ ഹാർട്ട് ബ്രോക്കൺ ഫ്ലവർ, അതിനാണ് എൻ്റെ ലവറിന് വേണ്ടി. അത് കേട്ട് ലവറോ കൊള്ളാലോ, എന്നാൽ നീ സിൻസിയറാണ് എന്ന് തെളിയിക്കണം. അതിനു മുൻപ് ചെറിയൊരു ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഫ്ലേവർ അത് കഴിക്കാൻ പറയുന്നുണ്ട്. അവനൊന്നും നോക്കില്ല, അത് അപ്പോഴെടുത്ത് കഴിച്ചു. വാങ്ങിക്കേറി ചോദിക്കുമ്പോൾ എനിക്ക് ടൈം കളയുന്നില്ല. അപ്പോഴേക്കും അവൻ്റെ തലയൊക്കെ കറങ്ങുന്നത് പോലെ അതിൻ്റെ എഫക്റ്റ് വന്നു തുടങ്ങി. അവൻ്റെ കണ്ണിന് എന്തോ പറ്റുന്നത് പോലെ. വാങ്ങിക്കൂറ് ടെൻഷനായി. അവനെല്ലാം പറ്റിയ എല്ലാത്തിനെയും കൊല്ലും. യുഹാവപ്പം എനിക്ക് വേദനയില്ല വരുന്നേ എന്ന് പറയുകയാണ്. അതിൻ്റെ നെറേഡിയൻസിലൂടെ പവർ കണ്ണിലേക്ക് എത്തുന്നതും അതിൽ മാറ്റം വരുന്നത്. എന്താണ് സംഭവിച്ചത്? ബോഡി മാർഷൽ സോൾ സെക്കൻഡ് അവേക്കണിങ് ആയതാണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ അതിനെ അറിയില്ല. എന്നാൽ അവൻ്റെ പർപ്പിൾ ഡീമണായി അത് എവോൾവ് ആയി ഫൈനൽ സ്റ്റേജിൽ എത്തി. ഇപ്പൊ കണ്ണുപയോഗിച്ച് അവന് കാണാൻ പറ്റാത്തത് എല്ലാം അവന്റെ മൈൻഡിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഇല്യൂഷൻ ആണെങ്കിൽ കൂടി അവന് നന്ദി പറയുമ്പോൾ നീ നന്ദി പറയേണ്ടത് എന്നോടല്ല ആ ആളോടാണ്. ആരെന്ന് ചോദിക്കുമ്പോഴാണ് ഒരു ബുക്ക് എടുത്ത് കൊടുക്കുന്നത്. ശിവൻ ടൈം റെക്കോർഡ്. അത് ആരുടേതാണെന്ന് അറിയാലോ. അതിൽ ഇത് വിധിച്ച ആളുടെ കയ്യിലാണ് കിട്ടിയത്. ഇതിൽ മെഡിസിനും പോയിസനെ പറ്റിയുള്ള കാര്യങ്ങളുണ്ട്. അത് രക്ഷിക്കാനും അതുപോലെ ഉപദ്രവിക്കാനും പറ്റും. നല്ലതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുക എന്ന്. പിന്നെ ഹാർട്ട് ബ്രോക്കൺ ഫ്ലവറിനെ പറ്റി എഴുതിയിട്ടുണ്ട്. പെട്ടെന്ന് പറഞ്ഞാൽ ട്രൂ ആയിട്ട് ലവ് ചെയ്യുന്നവർ അതുപോലെ അത് ചൂസ് ചെയ്യുന്ന മാസ്റ്റർ ആ ഫ്ലവർ തിരഞ്ഞെടുക്കും. ഷിയാവു ടാങ്സനെ രക്ഷിച്ചത് ഇത് ഉപയോഗിച്ചാണ്. സോൾ ഇല്ലാതായി പോയി. അപ്പോൾ ഇത് ഉപയോഗിച്ചാണ് റിവൈവ് ചെയ്തത്. അതുപോലെ ഗോഡ് റിയാൻ അവിടെ വന്നിട്ട് ഐസ് സ്പ്രിങ് മൗത്ത് പുതിയത് വെച്ച് യുഹാവ വായിച്ചിട്ട് അങ്ങോട്ട് പോകാനായിട്ട് പറയുന്നുണ്ട്. അങ്ങോട്ട് പോയി അവിടെയായിട്ട് അതുകൊണ്ട് അവൻ അങ്ങോട്ട് ചെല്ലുന്നു. അവൾക്ക് വേണ്ടി അവന് എടുക്കാൻ കഴിയുമോ എന്തോ. അതിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ടാങ്സൺ പറയുന്നത് ആലോചിക്കുന്നുണ്ട്. അവൻ ആ ബ്ലഡ് കൊടുക്കുന്നുമുണ്ട്. എന്നാൽ സംഭവം ഒന്നും നടന്നില്ല. ഇതിന് ഇടയ്ക്ക് ടൈമിങ് എന്തോന്ന് പറയുന്നുണ്ട്, അതെനിക്ക് മനസ്സിലായില്ല. ലവിനെ പറ്റുള്ള എന്തെങ്കിലും ആകാം. അതിനോട് ആ ബ്ലഡ് കൊടുത്തിട്ട് ഒന്നും നടക്കാത്തത് കൊണ്ട് അവനെ തിരഞ്ഞെടുത്തില്ല എന്ന് യു പറയുമ്പോൾ അല്ല, അവൻ്റെ ഉള്ളിൽ എക്സ്ട്രീം കോൾഡോ കാരണമാണ്. അവനും അത് കേട്ടിട്ട് ഞരമ്പിലെ ബ്ലഡ് കൊടുത്തു. അതിന് ചെറിയ മാറ്റം വന്നു. അവൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് മനസ്സിലാക്കിയിട്ട് വേണ്ട അത് ചെയ്യണ്ട എന്ന് വാങ്ങിക്കോറ് പറയുമ്പോൾ അവർക്ക് മനസ്സിലായിട്ട് ഈ ഹോട്ട് സ്പ്രിങ് വിചാരിക്കുന്നതിന് അപ്പുറമാണ്. ഒൺസ് നീ അത് ചെയ്താൽ നീ മരിക്കും. അവനെ കേട്ടിട്ട് അവൾക്ക് വേണ്ടി അത് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. വാങ്ങിക്കോറ് ആ മാക്സിമം തടയാൻ നോക്കുന്നുണ്ട്. എന്ന് അവൻ പിന്മാറില്ല. അതിൽ നിന്ന് എക്സ്ട്രീം ഹോട്ട് സ്പ്രിങ് അത് എടുക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ തന്നെ അവൻ്റെ കയ്യിൽ നിന്ന് ബ്ലഡൊക്കെ വന്ന് എന്നിട്ട് അത്ര സഹിച്ചത് കുടിക്കുന്നു. ഇതെല്ലാം ഷോക്കായിട്ട് ാണ് അവർ മൂന്നേരും. അവനെ മുഴുവൻ കുടിച്ച് അവന്റെ വായിൽ നിന്ന് ബ്ലഡ് വരുന്നു. അവന്റെ ഓർഗൻസ് എല്ലാം ഇല്ലാതെ അവന്റെ ഹൃദയത്തിൽ നിന്നുള്ള ബ്ലഡ് അതിലേക്ക് വീണു. അങ്ങനെ അതവനെ തിരഞ്ഞെടുക്കുകയും ചെയ്ത് കിട്ടിയ ഹാപ്പി അവളെ രക്ഷിക്കാൻ കഴിയും. എന്നാൽ അവിടെ നിന്ന് വീഴുവാണ്. വാങ്ക്യൂർ വന്ന് പിടിച്ചു. നീ ഒരു മണ്ട തന്നെ. ഇത് വാങ്ടോങ്ങിനെ ഫീൽ ചെയ്തതുപോലെ അവൾക്കും കരയുന്നുണ്ട്. ഇതെങ്ങനെയാ അവളുടെ അടുത്ത് കൊണ്ടുപോയി രക്ഷിക്കാനായിട്ട് പറഞ്ഞു. അവന്റെ ബോധം പോയി. ഇനി എന്താകുമെന്ന് ചോദിക്കുമ്പോൾ എന്താകാൻ, അവൻ മരിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങളെല്ലാം ഞാൻ ഇല്ലാതാകും. വേറെ വഴിയില്ല എന്ന് ചോദിക്കുമ്പോൾ അവനെ രക്ഷിക്കാൻ ഒരു വഴിയില്ല. അങ്ങനെ ഒരു ഹോപ്പ് ഉണ്ടെങ്കിൽ അത് ഇത് മാത്രമാണ്. നിനക്ക് ഫീലിങ്സ് ഉണ്ടെങ്കിൽ നിനക്കും ട്രൈ ചെയ്യാം. അതെന്തായാലും പിന്നെ കാണിക്കുന്നില്ല. ആ ഹാർട്ട് ബ്രോക്കൺ ഫ്ലവറും വരുന്നുണ്ട്. അവിടെയായിട്ടൊരു ബട്ടർഫ്ലൈയും കാണിക്കുന്നുണ്ട്, ഒരു ഗോൾഡൻ ബട്ടർഫ്ലൈ. പിന്നെ യുഹാവനെ കൊണ്ട് ഷ്രെക്കിലേക്ക് എത്തി. അവൻ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കാര്യം മനസ്സിലാക്കി കൊടുത്തു. എല്ലാവർക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവനെ ഹീൽ ചെയ്യുന്നുണ്ട്. അവൾക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗം കണ്ട ഫ്രണ്ട്സിന് പോലും സങ്കടം. ഷുവാൻ ചോദിക്കുമ്പോൾ ഷുവാങ് അതിന്റെ ഓർഗൻസ് എല്ലാം റിക്കവർ ആകുന്നുണ്ട്. സോൾ പവർ മുഴുവൻ കൊടുത്താൽ പോലും ഇനി കഴിയണമെന്നില്ല. അവനും തന്നെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. വാങ്ടോങ്ങിന്റെ കാര്യം ശ്രദ്ധിക്കുന്നു. പിന്നെ അവളുടെ അടുത്തേക്കും പോകുന്നുണ്ട്. അവൾക്ക് ആ ഹാർട്ട് ബ്രോക്കൺ ഫ്ലവർ അത് കൊടുത്തു. അതിൽ നിന്നും ആ ഈതലുകൾ അവളുടെ ഉള്ളിലേക്ക് പോയതോടെ അവൾ കണ്ണു തുറന്നു. കുഴപ്പമില്ല, മാറി. അവർക്ക് ഹാപ്പി. ആദ്യം തന്നെ യുഹാവനെയാണ് ചോദിക്കുന്നത് എന്ത് പറ്റിയെന്ന്. അവന് ഉത്തരം പറയുന്നില്ല. എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് യുഹാവ നീ എങ്ങനെയും ഹോൾഡ് ചെയ്യുന്നില്ല, ഒന്നും വരാനൊന്നും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് പോയി നോക്കി. വന്ന് കണ്ട് ഷോക്കായി. അത്രയും പരിക്കുപറ്റി കിടക്കുകയാണ്. വാങ്ക്യൂറാണ് അവനെ രക്ഷിച്ചത് എന്ന് പറയുമ്പോൾ അവളോട് നന്ദി പറഞ്ഞിട്ട്
ഞാൻ ഇവനെ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ദിവസങ്ങൾ പോകുന്നു. അവളവൻ്റെ വൈഫായിട്ട് ഇനി മുതൽ കാണും, ലൈഫ് ലോങ് നോക്കും എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെയൊക്കെ ലൈഫിൽ ആരും ഇതുപോലെ ആരും പോയി എന്തിന് അവരുടെ ആദ്യം മുതൽ കണ്ട ഓരോ കാര്യങ്ങൾ എല്ലാം കാണിക്കുന്നുണ്ട്. അതുപോലെ ഫ്രണ്ട്സ് കാത്തിരിക്കുന്നത്, വാങ്ങിക്കുമാർ കാത്തിരിക്കുന്നത്, അങ്ങനെ അവൾ പിന്നെ നോക്കുന്നത്, ഉമ്മ വയ്ക്കുന്നതെല്ലാം മെഡിസിൻ കൊടുക്കുന്നതാണ്, കഥ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോവാണ്. അവന് മാറ്റങ്ങൾ വരുന്നതും കാണാം. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെ അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.